നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നെ ടെൻഷനാണല്ലേ? അത് എന്തിനാ എന്റെ മുന്നിലും വസു ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്? ശ്രീകുട്ടിയെ തനിക്കിപ്പോ ജീവനാണെന്ന് എനിക്കറിയാം. മോൾക്കൊന്നും സംഭവിക്കില്ല. മോളെ ഉടൻ കണ്ടെത്തും. ഞാൻ DSP വിളിച്ചിരുന്നു. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട. അപ്പോ മോൾക്ക് അവളെ വേഗം കണ്ടെത്തുമല്ലേ? പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. താമസിയാതെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. ഞാനാ പറയുന്നത്. വിഷമിക്കാതെ. ഇങ്ങനെ കരയല്ലേ? ശ്രീകുട്ടിയെ മോളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. പോലീസ് ഊർജിതമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. DOSPയെ ഞാൻ ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ. എന്റെ മോള് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. മോള് ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് തന്നെയാ പോലീസിന്റെ നിഗമനം. ആ സംഭവം നടക്കുമ്പോൾ അഭിരാമി അവിടെ എത്തിയത് എന്തായാലും ഐശ്വര്യ അറിഞ്ഞിട്ടില്ല. നീ കോൾ എടുക്ക്. കാര്യം എന്താണെന്ന് അറിയാലോ. ഹലോ, ഓഫീസിൽ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അത് ഞാൻ ഇന്ന് ആ കണക്ക് സെറ്റിൽ ചെയ്ത് തരാമെന്ന് ജാസ്മിൻ ഏറ്റിരുന്ന ദിവസമാ. മാഡം, എനിക്ക് സുഖമില്ല. സുഖമില്ലേ? അത് നന്നായല്ലോ. എന്നാ അക്കാര്യം എന്താ എന്നെ മുന്നേ അറിയിക്കാഞ്ഞേ? അത് മാഡം, ഒരു എക്സ്ക്യൂസും എനിക്ക് കേക്കണ്ട. ആ അക്കൗണ്ട് എനിക്ക് ഇന്ന് സെറ്റിൽ ചെയ്ത് കിട്ടണം. അത്യാവശ്യം. മാഡം, അത് പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ജോലി നഷ്ടപ്പെടണ്ടെങ്കിൽ വേഗം ഓഫീസിൽ വരണം. മനസ്സിലായോ? എന്താ ഐശ്വര്യ പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ ചെല്ലണമെന്ന്. ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഐശ്വര്യയുടെ ഭീഷണി. അരുൺ, എനിക്ക് എന്റെ മോളേക്കാൾ വലുതല്ല ഈ ജോലി. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാതെ. മോള് ഉടനെ തന്നെ തിരിച്ചെത്തും. അഭി, ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. തൽക്കാലം ഈ ജോലി കളയണ്ട. അഭി, വിഷമമുണ്ട്, ശരിയാ. എങ്ങനെയെങ്കിലും അഭി ഓഫീസിൽ പോകാൻ നോക്ക്. ഞാനല്ലേ പറയുന്നേ. നല്ല തണുപ്പാ, കോഫി തണുത്തു. അതുകൊണ്ടാ. വാ, എനിക്ക് പ്ലീസ് പോ. ചെല്ലേ.
എടോ, താൻ കോഫി കുടിക്കുന്നില്ലേ? എടോ, എന്താടോ, തനിക്ക് എന്താ പറ്റിയേ? അത് നമ്മുടെ ആദ്യരാത്രി നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്നാ ജോത്സ്യം പറഞ്ഞിരുന്നേ. പക്ഷേ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? അങ്ങനെയായ സാറിന്റെ ആയുസിന് ദോഷാവൂന്ന ജോത്സ്യം പറഞ്ഞിരുന്നേ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാ? ഏയ്, അതൊന്നും പ്രശ്നമില്ലെന്നേ. അല്ല സാർ, അത് പ്രശ്നോ? സാറിനത് ആപത്താ. ജോൾസൻ അങ്ങനെ പറഞ്ഞ്. വെറുതെ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കാതെ. ശരി, ഇപ്പൊ താനത് വിട്ടുകളയെ. നമുക്ക് നാട്ടിലെത്തിയിട്ട് ഒരു നല്ല തന്ത്രിയെ കാണാം. എന്താ ഏതാന്ന് ചോദിച്ചറിയാം. അത് മതിയാവില്ലേ? ഞാനല്ലേ പറയുന്നേ, ഒന്നും ഒരു പ്രശ്നം വരാനില്ലെന്നേ. താൻ ആ കോഫി എടുത്ത് കുടിക്കേ. എനിക്കൊന്നും സംഭവിക്കില്ല. താൻ കോഫി കുടിക്കേ. 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 ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.